നമസ്കാരം. ദൈവദശകം ടി വി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രമ്യ മനോജ്. പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളുടെ സമ്പത്ത് പാവങ്ങളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ സാംസ്കാരിക കേരളമാക്കിയതിൽ ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മഹാകവി കുമാരനാശാനാണെന്ന് ഡോക്ടർ MR തമ്പാൻ. സർവമത സമ്മേളന ശതാബ്ദിയുടെ ഭാഗമായി ഗുരുദർശനത്തിന്റെ മൌലികത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 9ാമത് പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ക്ഷേത്രങ്ങളുടെ സമ്പത്ത് പാവങ്ങളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ. പാവങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ വരുമാനം പാവങ്ങൾക്ക് സേവനം ചെയ്യാനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കവറാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരം സമർപ്പണം നിർവഹിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ സാംസ്കാരിക കേരളമാക്കിയതിൽ ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മഹാകവി കുമാരനാശാനാണെന്ന് ഭാഷാ പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ അഭിപ്രായപ്പെട്ടു. അരുവിപ്പുറം ക്ഷേത്രത്തിലെ 136ാം മഹാപ്രതിഷ്ഠാ വാർഷികത്തിൽ കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമാരനാശാൻ അക്ഷരങ്ങൾ കൊണ്ടുള്ള പോരാട്ടമാണ് നടത്തിയത്. അന്നത്തെ കവികൾ നാടുവാഴികൾക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഉറക്കെ പാടുവാൻ തയ്യാറായത്. കുമാരു എന്ന മുത്തിനെ തേച്ചു മിനുക്കി മഹാകവി ആക്കിയത് ശ്രീനാരായണ ഗുരുവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുധർമ്മ പ്രചാരണ സഭ സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ സ്റ്റഡീസ് കേരള യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ MA സിദ്ദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ അജയൻ പനേറ, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അരുവിപ്പുറം മഠം സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ സ്വാഗതവും അജി അരുവിപ്പുറം നന്ദിയും പറഞ്ഞു. ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളന ശതാബ്ദിയുടെ ഭാഗമായി ഗുരുദർശനത്തിന്റെ മൌലികത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്വാമി വിശാലാനന്ദ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് സംഗീത വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. സ്വാമി പ്രബോധ തീർത്ഥ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാമിനി ആര്യനന്ദ ദേവി, PP സനകൻ, ലതാ സുകുമാരൻ, TR ബാബു, മനീഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗം കിടങ്ങറ ഗുരുപുരം ശാഖയിലെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുടെ 9ാമത് വാർഷിക മഹോത്സവം ബ്രഹ്മശ്രീ കുമരകം ഗോപാലം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, പഞ്ചവിംശതി കലശപൂജ, കലശാഭിഷേകം, പ്രഭാഷണം, വിശേഷാൽ ഗുരുപൂജ, ഗുരുപൂജ പ്രസാദ വിതരണം, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ശ്രീ ദിലീപ് വാസുദേവൻ ആചാര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് പരമേശ്വരൻ, യൂണിയൻ കൌൺസിലർ അജയൻ എന്നിവർ സന്നിഹിതരായി. ശാഖാ കൺവീനർ രമ്യ സന്തോഷ്, കമ്മിറ്റി അംഗങ്ങളായ അഭിജിത്ത്, പ്രദീപ്, കിരൺ, സജിത്ത്, രാധാമണിചന്ദ്രൻ, വിദ്യ ഷിബു എന്നിവർ സംസാരിച്ചു. ജ്ഞാനദീപം തെളിച്ച സൂര്യനാരായണ ദീക്ഷിത ശിഷ്യ പരമ്പരയെ ഞാൻ വിശ്വമായി കണ്ടു സുമോധത്തോടെ വണങ്ങുന്നേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖ നമ്പർ
3661 ഗുരുപുരം കിടങ്ങറ. 9ാമത് പുനഃപ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് 2 വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചത് മഹാഗുരുവിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് കരുതി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ശ്രീനാരായണീയരുടെയും തതുപരി ഗുരുനാഥൻ ഗോപാലൻ തന്ത്രി അവരുടെയും ഉച്ചഭാഷണ പരിധിയിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധയോടുകൂടി വിഷയങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെയും ഒക്കെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന ചില ആധ്യാത്മിക വിഷയങ്ങളെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായി സംസാരിക്കുവാൻ ഒരുങ്ങുകയാണ്. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്തേ. ഇതോടെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.